ഓപ്പോ F1s സെൽഫി എക്സ്പേർട്ട്. ഇതിൻ്റെ അൺബോക്സിംഗ് ആണ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് ഇതിൻ്റെ പുറകിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു 16 മെഗാ പിക്സൽ ഫ്രണ്ട് ഫേസിങ് ക്യാമറ, ഫ്ലാഷ് ടച്ച് ആക്സസ്, 32 GB റോം, 3 GB റാം, മെറ്റൽ ബോഡിയാണ്. അപ്പോൾ ഇതിൻ്റെ കളറ് ഗോൾഡ് കളറാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ കവറിൽ കൊടുത്തിരിക്കുന്നതിൻ്റെ ഫീച്ചേഴ്സ്. നമുക്ക് തുറന്ന് നോക്കാം. വളരെ ഭംഗിയുള്ളൊരു കവറിങ് ആണ് ഇതിൻ്റെ. ഇതാണ് ഫോൺ. ഇതിൻ്റെ മറ്റു ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഇതിൻ്റെ മെമ്മറി കാർഡും അതുപോലെ സിം കാർഡും അത് ഇവിടെയാണ്. അത് പുറത്തേക്ക് എടുക്കാനായിട്ടാണ് ഈ ടൂൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഒരു ബാക്ക് കവറുണ്ട് ഇതിൻ്റെ കൂടെ. പിന്നെ ചാർജറിൻ്റെ കേബിള് ഇത് തന്നെയാണ് നമ്മൾ ഡാറ്റ കേബിളായിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഒരു ഹെഡ്സെറ്റ്. നമുക്ക് ഫോണിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. വളരെ ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഈ ഫോണിൻ്റെ. ഡ്യുവൽ സിം കാർഡ്, അതുപോലെ വളരെ വളരെ കാണാൻ ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഇതിൻ്റെ ഫോണിൻ്റെ മൊത്തം. അതുപോലെ ബാക്ക് ബട്ടൺ ആൻഡ് നമ്മൾ എടുക്കുന്ന പ്രോസസ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സിനെ കാണിക്കുന്ന ബട്ടൺ. പിന്നെ സെറ്റിങ്സ്, കളർ ബേസ്ഡ് ഓൺ ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞൊരു വേർഷനാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. 5.1 ആൻഡ്രോയിഡ് വേർഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 32 GB ഇൻറ്റേർണൽ മെമ്മറി ഉണ്ട്. റാം 3 GB ആണ്. 3 GB റാം, അതുപോലെ 32 GB ഇൻറ്റേർണൽ മെമ്മറി. പ്രോസസ്സർ ഒക്ടാ-കോർ പ്രോസസ്സറാണ്. ക്യാമറയുടെ എല്ലാത്തിൻ്റെ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷനകത്താണ് കിടക്കുന്നത്. സാധാരണ പോലെ ക്യാമറ എടുക്കുമ്പോൾ അതിൽ സെറ്റിങ്സ് അല്ല. സെറ്റിങ്സ് എന്ന ഓപ്ഷനകത്ത് കയറി കഴിയുമ്പോൾ അതിനകത്താണ് നമ്മൾ ഫുൾ ഡീറ്റെയിൽസ്, ഷട്ടർ സൗണ്ട്, ലൊക്കേഷൻ, സേവ് ടു SD കാർഡ്, ഓളിംഗ് കീ ഫങ്ഷൻ, ഇതൊക്കെ. അതുപോലെ ഒത്തിരി കാര്യങ്ങൾ ഉണ്ട് ഫോണിനകത്ത്. ഡിസ്പ്ലേ കളർ അഡ്ജസ്റ്റ് ചെയ്യാം. ഓട്ടോ റൊട്ടേഷൻ, ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഐ പ്രൊട്ടക്ഷൻ ഡിസ്പ്ലേ. നമുക്കതിൻ്റെ ഐ പ്രൊട്ടക്ഷൻ കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ ഒരു കളർ തന്നെ മാറും. കണ്ണിന് യൂസ്ഫുള്ളായിട്ടുള്ള ഒരു സിസ്റ്റത്തിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ലോ പവർ മോഡ്, GPS, ബ്രൈറ്റ്നസ് മാനുവൽ, പിന്നെ സ്ക്രീൻ റൊട്ടേഷൻ, ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്. അതുപോലെ എയർപ്ലെയിൻ മോഡ്, പിന്നെ ബ്ലൂടൂത്ത്, റിംഗ് ടൂൺ, സൈലൻ്റ്, 2 ഓപ്ഷനേ ഉള്ളൂ. പിന്നെ വൈഫൈ, മൊബൈൽ ഡാറ്റ. ഇതിൻ്റെ കൂടുതൽ ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് ഫോൺ നല്ല ഫാസ്റ്റാണ്. സാധാ ഒരു
ഫോണിനേക്കാളും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയാൻ പറ്റുന്നൊരു ഫോണാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ബാക്ക് സൈഡ് ആപ്പിളിൻ്റെ ഒരു ഡിസൈനൊക്കെ അവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ താഴെ ഹെഡ്ഫോൺ, പിന്നെ ഡാറ്റ കേബിൾ, ചാർജിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നത്, പിന്നെ അതുപോലെ സ്പീക്കർ, പിന്നെ സൈഡിൽ വോളിയം കൺട്രോൾ ബട്ടൺ, അതുപോലെ ലോക്ക് ബട്ടൺ. ഇവിടെയാണ് സിം കാർഡും മെമ്മറി കാർഡും എല്ലാം ഒരു ഒറ്റ സ്ലോട്ടാണ്. അതിൽ തന്നെയാണ് കണ്ടുവിടുന്നത്. പിന്നെ നോർമൽ ഫോൺസിനകത്തുള്ള പോലെ കാൽക്കുലേറ്റർ, പിന്നെ ബ്രൗസർ, കോണ്ടാക്ട്സ് എല്ലാം നോർമൽ ഫോണിനകത്ത് ഇല്ല തന്നെ. വളരെ 13 മെഗാ പിക്സലാണ് ബാക്ക് ക്യാമറ. ഒരു ഫ്രണ്ട് ക്യാമറ നല്ല 16 മെഗാ പിക്സലാണ് ഫ്രണ്ട് ക്യാമറ. അതിൻ്റെതായ ക്വാളിറ്റി തന്നെ കാണിക്കുന്നുണ്ട്, നല്ല ക്വാളിറ്റി കാണിക്കുന്നുണ്ട്. ക്യാമറയിൽ നോർമൽ മോഡ്, അൾട്രാ HD, വേരിയസ് ഫിൽറ്റേഴ്സ്, ജിഫ്, ഡബിൾ എക്സ്പോഷർ, എക്സ്പേർട്ട് മോഡ്, ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ വീഡിയോ, ബ്യൂട്ടി, നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ കുറച്ചുകൂടി നമുക്ക് കളറും കാര്യങ്ങളൊക്കെ വരുന്നതിന് ബ്യൂട്ടി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ പനോരമയുണ്ട്. അങ്ങനെ കുറേ ഓപ്ഷൻ ഈ ക്യാമറയിൽ തന്നെയുണ്ട്. വീഡിയോ 1080p ആൻഡ് 720p, 2 ഓപ്ഷൻ നമുക്ക് അത് മേളിൽ തന്നെ ഉണ്ട്. നമുക്കവിടെ മാറ്റിപ്പോകാം. പിന്നെ ഫ്ലാഷ്, പിന്നെ ഇതിൽ തന്നെ ഒരു ആൻറ്റിവൈറസ് ഇതിൽ തന്നെയുണ്ട് നമ്മുടെ ഫോണിൽ. അതുപോലെ ജിമെയിൽ, ഗൂഗിൾ ക്രോം, മാപ്പ്, യൂട്യൂബ്, ഗൂഗിൾ ഡ്രൈവ്, അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സൗണ്ട് റെക്കോർഡർ എന്ന് പറഞ്ഞാൽ നല്ല ക്ലിയർ വോയിസാണ് റെക്കോർഡ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഡിസൈൻ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ അതുപോലെ മ്യൂസിക്, നല്ല സൗണ്ടുണ്ട്. ഫോൺ മൊത്തത്തിൽ നല്ല ഫാസ്റ്റാണ്. ഒരു ബെസ്റ്റ് ഫോൺ വാങ്ങിക്കണം എന്നാണ് നിങ്ങളുടെ ഒരു ആഗ്രഹമെങ്കിൽ ഒപ്പോ F1s ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും നിങ്ങളുടെ. ഇതുപോലെ കൂടുതൽ മൊബൈൽ ഫോണിനെ കുറിച്ചുള്ള റിവ്യൂസും അൺബോക്സിങ്ങും അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.